ഈ ഗ്രാമത്തിൻ്റെ ഹൃദയരഹസ്യ സൂക്ഷിപ്പുകാരൻ. തങ്ങളുടെ കൊച്ചു കൊച്ചു വിദ്വേഷങ്ങളും മഹാസ്നേഹങ്ങളും ദുഃഖങ്ങളും ധർമ്മസങ്കടങ്ങളും വിപുലമായ ആശയ സംഘടനകളും കൂട്ടായ്മയിലൂടെ നേടേണ്ട മഹാവിജയങ്ങൾക്കും സഹിഷ്ണുതയിലൂന്നിയ സംവാദങ്ങൾക്കും നിർദോഷമായ പരിഹാസത്തിനും കുറ്റപ്പെടുത്തലുകൾക്കുമായി ഗ്രാമീണർ ഈ മരച്ചുവട്ടിൽ ഒത്തുചേരുന്നു. എല്ലാറ്റിനും മൂകമായി സാക്ഷ്യം വഹിച്ചുകൊണ്ട് എല്ലാം അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന തണൽ മരം. രാഗദ്വേഷങ്ങളില്ലാതെ നിസ്സംഗനായി നിന്ന് എല്ലാവർക്കും തണലേകുന്നു. നന്മ തിന്മകൾക്കും പാപപുണ്യ സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള നിർമ്മമമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴും ഒരു പ്രവാചക ദൗത്യമെന്നോണം ഈ വൃക്ഷം നമ്മിൽ ചൊരിയുന്ന കാരുണ്യവും സൗന്ദര്യവും നാം ഇനിയും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പൂർണ്ണ നദി കർമ്മത്തിൻ്റെയും കർത്തവ്യത്തിൻ്റെയും മറവിയുടെയും മാപ്പിൻ്റെയും പിതൃബലിയുടെയും മോക്ഷത്തിൻ്റെയും തിരശീല നെയ്തുകൊണ്ട് മുന്നേറുന്നു. സെന്റ് തോമസിൻ്റെയും ശങ്കര ഭഗവത്പാദരുടെയും നാരായണ ഗുരുവിൻ്റെയും പാദസ്പർശമേറ്റ് പുണ്യവതിയായ നദി പെരിയാർ. നദിയുടെ ഓരം ചേർന്ന് വ്യവസായ സംസ്കൃതിയും ഗ്രാമീണ സൗന്ദര്യവും ഒത്തുചേർന്ന ഒരു ഗ്രാമം എടയാർ. പടയോട്ടങ്ങൾക്കോ കൊട്ടാര വിപ്ലവങ്ങൾക്കോ ഐതിഹാസികമായ സമരരംഗങ്ങൾക്കോ ചരിത്ര പുരുഷന്മാരുടെ ജന്മത്തിനോ രംഗഭൂമിയാകാത്ത ഒരു കൊച്ചു ഗ്രാമം. ഇവിടെ ചരിത്രം നിർമ്മിക്കുന്നതും നയിക്കുന്നതും സാധാരണക്കാരും ഇടത്തരക്കാരുമായ കൊച്ചു കൊച്ചു മനുഷ്യർ മാത്രം. എറണാകുളം ജില്ലയിൽ പറവൂർ താലൂക്കിൽ കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന എടയാർ, ഏലൂർ, മുപ്പത്തടം, എരമം, പാനായിക്കുളം എന്നീ പ്രദേശങ്ങൾക്ക് മധ്യത്തിലാണ് ഭൂപടത്തിൽ ഇതിൻ്റെ സ്ഥാനം. ഗ്രാമം, ഇതിൻ്റെ ഭൂതകാലം.
പുത്തൻ തലമുറയ്ക്ക് അന്യവും പഴയ തലമുറയ്ക്ക് പരിചിതവുമായിരുന്ന പഴയ കാലം. ഓർമ്മകളുടെ പിന്നാമ്പുറത്തേക്ക് എത്തി നോക്കുമ്പോൾ ഒളിമങ്ങാതെ ഓർമ്മയിൽ തെളിയുന്ന ചിത്രങ്ങൾ. കാലത്തിന്റെ കുത്തൊഴുക്കിൽ അന്യം തിന്നുപോകുന്ന ഗ്രാമീണ സംസ്കാരം, നിഷ്കപടതയും ലാളിത്യവും നിറഞ്ഞു നിന്ന പഴയ കാലം. നവീന സംസ്കാരത്തിന്റെ യാന്ത്രികതയും കപടതയും അന്യമായിരുന്ന ഒരു സാധാരണ ഗ്രാമം, വർത്തമാനകാലത്ത് അന്യമായ ഒരു ഭൂതകാല ദൃശ്യം. ഈലിട്ട റോഡുകളും കോൺക്രീറ്റ് കാടുകളും വലിയ കടകളും അന്നുണ്ടായിരുന്നില്ല. യാത്രക്കാർക്ക് ആശ്രയം ഇടവഴികൾ മാത്രം. ഇടവഴികൾ കൂടുന്നിടം ചെറിയൊരു കവല. ചെറിയ പലചരക്ക് കടയും ചായക്കടയും തൊട്ടുചേർന്ന് ഒരാൾ വൃക്ഷവും വഴിക്കിണറും നാട്ടുകാരുടെ കൂട്ടായ്മയും ആശയവിനിമയവും പ്രധാനമായും ഇവിടം കേന്ദ്രീകരിച്ചാണ് നടന്നിരുന്നത്. ഭൂരിപക്ഷം ജനങ്ങളുടെയും പ്രധാന ഉപജീവനം കൃഷിയെ കേന്ദ്രീകരിച്ചായിരുന്നു. വിശാലമായ കൃഷിഭൂമി, സ്വന്തമായും പാട്ടത്തിനും കൃഷിയിറക്കുന്ന കർഷകർ. കാർഷികോപകരണങ്ങളോ കന്നുകാലികളോ ഇല്ലാത്ത വീടുകൾ വിരളമായിരുന്നു. മിക്ക വീടുകളിലെയും സ്ത്രീകളടക്കം കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടിരുന്നു. സ്വന്തം വീട്ടുവളപ്പിൽ പച്ചക്കറി കൃഷി വിപുലമായി നിലനിന്നിരുന്നു. രുചിഭേദങ്ങളുടെ വൈവിധ്യം കൊണ്ട് അമ്പരപ്പിക്കും വിധം പലതരത്തിലുള്ള മാവുകൾ. മാമ്പഴ കച്ചവടം ആ സീസണിലെ പ്രധാനപ്പെട്ട ഒരു വ്യാപാരമായിരുന്നു. പക്ഷേ ഇന്നോ ഏതൊക്കെയോ നഷ്ടസ്മൃതികൾ നമ്മെ നൊമ്പരപ്പെടുത്തുന്നില്ലയോ? ധാരാളമായി പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും ഇവിടെ നിന്ന് മറുനാടുകളിലേക്ക് കച്ചവടം നടത്തിയിരുന്നു. കച്ചവടം ജീവിതോപാധിയായി സ്വീകരിച്ചിരുന്ന ഒരു ന്യൂനപക്ഷം അന്നുമുണ്ടായിരുന്നു. പ്രധാനമായും പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ് ഇവർ കച്ചവട ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. ജലഗതാഗത മാർഗമാണ് കച്ചവടത്തിനായി ഉപയോഗിച്ചിരുന്നത്. ഇവിടുത്തെ ജനങ്ങൾ അന്യപ്രദേശങ്ങളുമായി ബന്ധപ്പെടുവാൻ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് കടത്തുവഞ്ചിയാണ്. കടത്ത് കടന്ന് ഏലൂരെത്തുകയും അവിടെ നിന്ന് ബസ്സിന് ആലുവായ്ക്കും എറണാകുളത്തേക്കും പോയിരുന്നു. അതുപോലെ തന്നെ എടയാർ, പാനായിക്കുളം, കൊടുവഴങ്ങ എന്നിവിടങ്ങളിൽ നിന്നും ഏലൂർ, കളമശ്ശേരി വ്യവസായ മേഖലകളിലേക്ക് ജോലിക്ക് പോരുന്നവരും ഈ കടത്തിനെയാണ് ആശ്രയിച്ചിരുന്നത്. നദിയോരത്ത് ചേർന്ന് ചെറുകിട വ്യവസായങ്ങൾ അക്കാലത്ത് നിലനിന്നിരുന്നു. പ്രധാനമായും ചക്രം കറക്കി കക്ക നീറ്റുന്ന ചൂള. പുഴയോരത്ത് യാത്രക്കാരും തോണിക്കാരും വന്നു ചേരുന്നു. ആൾക്കൂട്ടത്തിന്റെ പ്രാധാന്യം ചില്ലറ കച്ചവടങ്ങൾക്ക് സാധ്യതയൊരുക്കിയിരുന്നു. അങ്ങനെ ശാന്തമായിരുന്ന ഈ ഗ്രാമജീവിതത്തിന്റെ നിഷ്കപടമായ പ്രവാഹത്തിന് ഭംഗമേൽപ്പിച്ചുകൊണ്ട്
ഗ്രാമത്തിന്റെ പകുതിയോളം വരുന്ന പ്രദേശം സർക്കാർ ഏറ്റെടുക്കുന്നു. വ്യവസായങ്ങളുടെ വരവിന് കളമൊരുക്കുന്നതിന് വേണ്ടി നാടിന്റെ മുഖച്ഛായ പാടെ മാറ്റിമറിക്കപ്പെട്ടു. ഗ്രാമീണ ചാരുത പുത്തൻ യാന്ത്രിക സംസ്കാരത്തിന് വഴിമാറുന്നു. 1962 സർക്കാർ ഏറ്റെടുത്ത ഭൂമി അളന്ന് തരം തിരിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെത്തി. പുത്തൻ പുലരിയോ സർവനാശമോ എന്ന് തിരിച്ചറിയാനാവാതെ ഇവിടെ തന്നെ താമസമുറപ്പിച്ചവർ അത്ഭുതത്തോടെ അതിനെ വരവേറ്റപ്പോൾ പിറന്ന മണ്ണിൽ നിന്ന് കുടിയിറക്കപ്പെട്ട മറ്റൊരു കൂട്ടർ ഈ ഗ്രാമം വിട്ടുപോവുകയായി. പെറ്റമ്മയേക്കാൾ പ്രിയപ്പെട്ട പിറന്ന മണ്ണിനെ വിട്ടുപോകുമ്പോൾ അവരുടെ മനസ്സിൽ എന്തെന്ത് വികാരങ്ങളായിരിക്കാം. കുടിയിറക്കപ്പെട്ട ജനശൂന്യമായ പ്രദേശത്ത് വിശാലമായ പുത്തനെടുപ്പുകൾ ഉയരുകയായി, വ്യവസായ യുഗത്തിന്റെ പതാകയും വഹിച്ചുകൊണ്ട്. കടുങ്ങല്ലൂർ പഞ്ചായത്തിലേക്ക് എടയാറിനെ പ്രതിനിധീകരിച്ച് പലരും പോയിട്ടുണ്ട്, വാർഡ് മെമ്പറായി. പക്ഷേ പഴയ തലമുറയുടെ മനസ്സിൽ മെമ്പർ എന്ന സ്ഥാനപ്പേര് ഇപ്പോഴും ഇദ്ദേഹത്തിനാണ്, ശ്രീമാൻ PO ഇബ്രാഹിം. ഇവിടുത്തെ വികസന പ്രക്രിയകൾക്ക് തുടക്കം കുറിച്ചത് ഇദ്ദേഹമാണ്. വ്യക്തി ജീവിതത്തിൽ അസാമാന്യമായ ധീരത പ്രകടിപ്പിച്ച ഇദ്ദേഹത്തെ ശ്രീ പയ്യപ്പള്ളി ബാലൻ അദ്ദേഹത്തിൻ്റെ മായാത്ത സ്മരണകൾ മങ്ങാത്ത മുഖങ്ങൾ എന്ന പുസ്തകത്തിൽ അനുസ്മരിക്കുന്നുണ്ട്. ഇടപ്പള്ളി കേസിൽ പ്രതികളായിരുന്ന പയ്യപ്പള്ളി ബാലനടക്കം പല കമ്മ്യൂണിസ്റ്റുകാർക്കും 1950കളുടെ തുടക്കത്തിൽ ഒളിവിൽ പാർപ്പിക്കുവാൻ ധൈര്യം കാണിച്ച ഇദ്ദേഹമാണ് ശ്രീ PO ഇബ്രാഹിം. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പമില്ല. ൾക്ക് മുൻപ് പ്രകൃതിരമണീയമായ ഒരു ഗ്രാമമായിരുന്നു എടയാർ. കൃഷിയും ചെറുകിട കച്ചവടങ്ങളുമായിരുന്നു പ്രധാന ഉപജീവനം. കന്നുകാലികൾ സ്വാഭാവികമായും മിക്ക വീടുകളിലും ഉണ്ടായിരുന്നു. ആയിരത്തി 1940കളുടെ രണ്ടാം പകുതിയോടെ സമീപ പ്രദേശമായ ഏലൂരിൽ വൻകിട വ്യവസായങ്ങളായ FACTയും മറ്റും വന്നു. പലരും അത്തരം കമ്പനികളിലേക്ക് തങ്ങളുടെ കാർഷിക വൃത്തി ഉപേക്ഷിച്ച് ചേക്കേറി. ഈ നാടിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും മാറ്റിയെഴുതപ്പെടുന്നത് 60കളുടെ തുടക്കത്തിലാണ്. ഗവൺമെൻറ് വ്യവസായ സ്ഥാപനങ്ങൾക്കായി എടയാറിൻ്റെ തെക്ക് കിഴക്കൻ പ്രദേശമാകെ ഏറ്റെടുത്തു. അവിടങ്ങളിൽ താമസിച്ചിരുന്നവർ എടയാറിൻ്റെ ഇതര ഭാഗങ്ങളിലേക്കോ സമീപ പ്രദേശങ്ങളിലായ മുപ്പതടം, കടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലേക്കോ കുടിയേറി. സർക്കാർ ഏറ്റെടുത്ത പ്രദേശങ്ങളിൽ പിന്നീട് കൂറ്റൻ കോൺക്രീറ്റ് അടുപ്പുകൾ ഉയർന്നു. യന്ത്രങ്ങളും പൂക്കളുകളും വന്നു. കൃഷിയിൽ നിന്നും കച്ചവടങ്ങളിൽ നിന്നും ആളുകൾ കമ്പനികളിലേക്ക് പ്രവഹിച്ചു. തൊഴിൽ ബന്ധങ്ങൾ മാറി. പഴയ കർഷക തൊഴിലാളി ബന്ധം പുതിയ വ്യവസായ മുതലാളി തൊഴിലാളി ബന്ധത്തിലേക്ക്, ഉൽപാദന ഉപകരണങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, ഉൽപ്പന്നങ്ങൾ എല്ലാം മാറ്റത്തിന് വിധേയമായി. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നു.
അതനുസരിച്ച് ജീവിതശൈലി മാറി. ജനങ്ങളുടെ സമീപനങ്ങളിൽ മാറ്റം വന്നു. പഴയ ലാളിത്യവും പുത്തൻ ആഡംബരത്തിനും ഉപഭോഗ സംസ്കാരത്തിനും വഴിമാറി. പക്ഷേ ബാഹ്യമായ ഈ രക്തപ്രസാദവും പകിട്ടും ഗ്രാമചേതനയെ നശിപ്പിക്കുകയല്ലേ. അന്തസാരശീലമാക്കപ്പെട്ട ജനതതി അഭിമാനത്തോടെ എടുത്തുയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു ജീനിയസിനെ സൃഷ്ടിക്കാൻ ഈ നാടിന് എന്നാണ് കഴിയുക? ഇന്ന് ഈ പ്രദേശം കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ ശൃംഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഏലൂർ എടയാർ കളമശ്ശേരി വ്യവസായ സാമ്രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഇന്ന് എടയാർ. കോടികൾ മുതൽ മുടക്കി അത്യന്താധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന പല വ്യവസായങ്ങളും ഇന്നിവിടെ കാണാം. അവയിൽ പ്രധാനപ്പെട്ടവ: ബിനാനി സിങ്ക് ലിമിറ്റഡ്, ഇവിടുത്തെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനം. സിങ്കുൽപാദനത്തിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥാപനം. യുദ്ധോപകരണങ്ങൾ മുതൽ ബാറ്ററി വരെ ഉൽപ്പാദിപ്പിക്കുവാൻ ആവശ്യമായ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന ക്വാളിറ്റിയിലുള്ള സിങ്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. 500ഓളം സ്ഥിരം ജോലിക്കാരും അതിലേറെ കോൺട്രാക്ട് തൊഴിലാളികളും ഈ സ്ഥാപനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നു. ഈ കമ്പനിയുടെ ഉത്സാഹത്താലാണ് എടയാറിൽ പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ഗവൺമെന്റ് ആശുപത്രി എന്നിവ വന്നത്. യുണൈറ്റഡ് കാറ്റലിസ്റ്റ് ഇന്ത്യ ലിമിറ്റഡ്, ഈ കമ്പനിയിൽ 170ഓളം ജോലിക്കാർ പണിയെടുക്കുന്നു. പെട്രോളിയം, വളം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള കാറ്റലിസ്റ്റ് ആണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ജോലിക്കാർക്ക് ലഭിച്ചിരുന്ന ഉയർന്ന ശമ്പള നിരക്ക് മൂലം ഒരു കാലത്ത് മിനി ഗൾഫ് എന്ന് ഈ സ്ഥാപനത്തെ വിളിച്ചിരുന്നു. പെരിയാർ കെമിക്കൽസ്, ഫോമിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഈ കമ്പനിയിൽ 150ലേറെ ജോലിക്കാർ പണിയെടുക്കുന്നു. TCC, IRE എന്നിവ പ്രവർത്തിക്കുന്നു. പൂർണ്ണ നദി വ്യവസായങ്ങളുടെ നിലനിൽപ്പിനും അഭിവൃദ്ധിക്കുമായി തന്റെ ഹൃദ്രക്തം ജീവനായി നൽകുന്നു. പകരം ഇവ ഈ തായ് നദിക്ക് അർപ്പിക്കുന്നതോ
സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്ന നിലയിൽ തുടങ്ങിയതിന് ശേഷം പടിപടിയായി ഉയരുവാനും ഈ വ്യവസായത്തിൻ്റെ തുടർച്ച നിലനിർത്തുവാനും സഹായകമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? വ്യവസായ പുരോഗതിക്ക് അധപ്പതനത്തിനും സാമ്പത്തികം മാത്രം ഒരു പ്രധാന ഘടകമല്ല. വ്യവസായം ചെയ്യുന്നവന്റെ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും സ്ഥിര പ്രതീക്ഷയുമാണ് വ്യവസായത്തിന്റെ പുരോഗതിയും അധപ്പതനവും. ഇത് കുറവ് വന്നാൽ വ്യവസായം അധപ്പതിക്കും, അത് നന്നായിരുന്നാൽ വ്യവസായം നന്നാവും. അതിൻ്റെ ഉദാഹരണമാണ് എനിക്കെന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഘടകം. തീരെ സാമ്പത്തിക ഭദ്രത ഇല്ലാതിരുന്ന അവസ്ഥയിലും എനിക്ക് തീരുമാനങ്ങളുണ്ടായിരുന്നു, വിജയിക്കാമെന്നുള്ള നിശ്ചയം ഉണ്ടായിരുന്നു. അതിനെന്തെങ്കിലും ഞാൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അതിന് ഘടകങ്ങൾ. ഒരു വ്യവസായി എന്നുള്ള നിലയിൽ ചോദിച്ചോട്ടെ, കേരളത്തിലെ പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ള വ്യവസായങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് താങ്കൾ എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരാൻ കഴിയും? കേരളം ഒരു വ്യവസായ പുരോഗതി ഉണ്ടായിട്ടുള്ള രാജ്യമൊന്നുമല്ല. കേരളം ഇപ്പോഴും ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. മറ്റുള്ളവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു ചന്ത, അതാണ് കേരളം. ഇടയാറിനെ സംബന്ധിക്കുന്നിടത്തോളമാണ് എനിക്ക് പറയാനുള്ളത്. ചെറുകിട വ്യവസായികളുടെ, ഇടയാർ മേഖലയിലെ ചെറുകിട വ്യവസായികളുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഒരുപാട് പരിമിതികൾ ഇപ്പോഴുണ്ട്. ഒന്നാമത് ഈ ആഗോളവൽക്കരണവും മറ്റ് സാമ്പത്തിക ഉദാരതയും ഒക്കെ വന്നതോടുകൂടി വ്യവസായത്തിൽ ഒരു ചെറിയ ഹൈക്ക് ആണ്, ഒരു പുരോഗതിയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച രീതിയിലുള്ളൊരു പുരോഗതി ഇനിയും കണ്ടു തുടങ്ങിയിട്ടില്ല. അതിനുള്ള കാരണം തലപ്പത്തുള്ള മന്ത്രിമാരോ അതുപോലുള്ള ആളുകളോ വിഭാവന ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ആ ഔദ്യോഗിക തലത്തിലേക്ക് ഇതിൻ്റെ ഒരു കാഴ്ചപ്പാട് എത്തിച്ചേർന്നിട്ടില്ല. രണ്ടാമത്, വ്യവസായങ്ങൾക്ക് പ്രത്യേകിച്ച് ചെറുകിട വ്യവസായങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കുന്ന സൗകര്യങ്ങൾ വേണ്ടത്ര മതിയായ രീതിയിൽ ഇനിയും ആയിട്ടില്ല. അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എന്നാണ് അതിന് പറയുക. അതിന് വിദ്യുച്ഛക്തി, വെള്ളം, മറ്റ് വിധത്തിലുള്ള സൗകര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ, റെയിൽ സൗകര്യങ്ങൾ, ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും ഇനിയും മതിയായ രീതിയിൽ എവിടെയും, കേരളത്തിൽ എവിടെയും പ്രത്യേകിച്ച് ഇടയാറിലും ഇനിയും ആയിത്തീർന്നിട്ടില്ല. 40 വർഷത്തിന് മുൻപ് 450 ഏക്കർ സ്ഥലം വ്യവസായത്തിന് വേണ്ടി അക്വയർ ചെയ്തിട്ടിട്ട് ഏതാണ്ട് 10-25 വർഷം വരെ യാതൊരു വിധത്തിലുള്ള ചോദ്യമോ പറച്ചിലോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു അതിന്. ഒന്ന്, തൊഴിൽ പ്രശ്നങ്ങൾ. രണ്ടാമത്, സാമ്പത്തികമായ ഈ കോർഡിനേഷൻ ഇല്ലായ്മ. ക്യാപിറ്റൽ ലോൺ ഒരാൾ കൊടുക്കും, വർക്കിംഗ് ക്യാപിറ്റൽ വേറെ എവിടെന്നെങ്കിലും വാങ്ങിക്കണം. ഇതെല്ലാം ക്യാപിറ്റൽ ലോൺ മേടിച്ചെല്ലാം ശരിയായി വരുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടാതെ അങ്ങനെ ഒരു സിക്കായി പോവുകയും അത് വേണ്ട രീതിയിൽ പ്രവർത്തന ക്ഷമതയില്ലാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ആദ്യമൊക്കെ നിലവിലുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഇപ്പോൾ അതിൻ്റെ ആ സ്ഥിതിക്കൊക്കെ കുറച്ച് മാറ്റം വന്നു. ഉദാരവൽക്കരണവും മറ്റ് തൊഴിലാളികൾ, വ്യവസായ തൊഴിലാളികൾക്ക് സമരമൊന്നും ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് കുറച്ചൊക്കെ ഒരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇനിയും വേണ്ടത്ര ഒരു പുരോഗതിയിലേക്ക് എത്തി എന്ന് പറയാൻ ഒക്കില്ല. അത് മാത്രമല്ല, ഇപ്പം നിലവിലുള്ള വ്യവസായത്തിൻ്റെ കാഴ്ചപ്പാടുള്ള മന്ത്രി ഈ വിദേശങ്ങളിൽ നിന്നും വൻകിട വ്യവസായങ്ങളെ കൊണ്ടൊന്നും ഇവിടെ സ്ഥാപിപ്പിക്കാം എന്നുള്ളതല്ലാതെ ചെറുകിട വ്യവസായികളോടൊന്നും ഒരു അനുകൂലമായ, അനുഭാവമായ ഒരു നിലപാട് ഇനിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. ഒരുപക്ഷെ അദ്ദേഹവും ഇത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് മൊത്തത്തിലൊരു പുരോഗതി ഇപ്പോൾ ഉണ്ടെന്ന് പറയാൻ ഒക്കില്ല. അടുത്ത ചോദ്യം എനിക്ക് തോന്നുന്നത്, ഈ നിങ്ങൾക്ക് എന്ത് നിർദ്ദേശം തരാൻ കഴിയും? വ്യവസായം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കളിയാണ്. മറ്റുള്ള കാര്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വ്യവസായം ഒരു പ്രത്യേക ഒരു ബ്രാഞ്ചാണ്, ഒരു ശാഖയാണ്. വളരെ കഠിനാധ്വാനം, പ്രത്യേകിച്ച് സ്മോൾ സ്കെയില് വളരെ കഠിനാധ്വാനം തന്നെ അവിടെ വേണ്ടി വരും. ഒരു വൻകിട വ്യവസായം, അതിൻ്റെ നേട്ടവും അതിനുണ്ട്.
ഒരു വൻകിട വ്യവസായം എന്ന് പറയുമ്പോൾ അവിടെ ഓരോ പ്രത്യേക ശാഖകൾ നോക്കുന്നതിന് വേണ്ടി പ്രത്യേക മാനേജ്മെൻറ്റും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടാവും. ലൈസൻസുകൾ പുതുക്കുക, പിന്നെ ഓഫീസുകളിൽ വേണ്ട സമയത്തുകളെല്ലാം ഹാജരാകുക, ഇൻകം ടാക്സ് കണക്ക് തയ്യാറാക്കുക, സെയിൽസ് ടാക്സ് കണക്ക് തയ്യാറാക്കുക, സെൻട്രൽ എക്സൈസ് കണക്കുകൾ തയ്യാറാക്കുക, അറ്റൻഡൻസ്, പ്രോവിഡന്റ് ഫണ്ട്, തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ, അവർക്ക് ESI മുതലായ കാര്യങ്ങളെല്ലാം ഈ ഒരൊറ്റ ആളുടെ മാനേജ്മെന്റിൽ മാത്രം നടക്കും സ്മോൾ സ്കെയിലിൽ. ചെറുതാണെങ്കിലും ഈ പറഞ്ഞതെല്ലാം ഇതിനും ബാധകമാണ്, ചെറുകിടത്തേക്കും ബാധകമാണ്. പക്ഷെ അത്രയും വലിയ ശമ്പളമൊക്കെ കൊടുത്ത് ആളുകളെ വയ്ക്കാൻ വൃത്തിയില്ലാത്ത സാഹചര്യം ഉള്ളത് കൊണ്ട് ഇവരൊറ്റയ്ക്ക് തന്നെ ഇതൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ അവിടെ ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾക്ക് ആർക്കും ഒരു വിട്ടുവീഴ്ച മനോഭാവം ഇല്ല ഇവരോട്. ഇവരൊരാൾ തന്നെ ഇത് ചെയ്യേണ്ട, അതൊന്നും ഞങ്ങൾക്കറിയണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം മാത്രം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. ഒരു വലിയമ്മാവൻ വലിയചേട്ടൻ നയമാണ് അവരെപ്പോഴും ഉദ്യോഗസ്ഥന്മാരൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ വളരെ കഠിനാധ്വാനമുള്ള ഒരു ഫീൽഡാണിത്. അവിടെ വിജയിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അനേകായിരം സർപ്പത്തിൻ്റെ ഉള്ളിൽ സർപ്പയജ്ഞം നടത്തി ചാകാതെ ജീവിച്ചു വരുന്ന ഒരാളെ പോലെ തന്നെയാണ് ഒരു സ്മോൾ സ്കെയിൽ വ്യവസായിയുടെ ഇന്നത്തെ സ്ഥിതി. അതുകൊണ്ട് നിങ്ങളാരും രംഗത്ത് വരണമെന്നല്ല പറയുന്നത്. സ്ഥിരാധ്വാനവും പ്രതീക്ഷയും സ്ഥിരാധ്വാനവും കഠിനാധ്വാനവും ഒക്കെ ചെയ്യാൻ തയ്യാറുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള ഫീൽഡ് തന്നെയാണിത്. വിജയിക്കാൻ കഴിയും. ഇവിടുത്തെ മാർക്കറ്റബിലിറ്റി, റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി, അതിൻ്റെ ഈ ടെക്നോളജി, ഉപയോഗിക്കുന്ന ടെക്നോളജി, ഇതെല്ലാം അത് കണക്കിലെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാം അനുകൂലമായൊരു സാഹചര്യമാണെങ്കിൽ ഈ പറഞ്ഞതെല്ലാം അനുകൂലം. ഇപ്പോൾ എന്ത് സാധനം ഉണ്ടാക്കാൻ നാവും, പക്ഷെ വിൽക്കാൻ കഴിയണം, മാർക്കറ്റിൽ വിൽക്കാൻ കഴിയണം. അങ്ങനെ വിൽക്കാൻ കഴിയുന്ന എന്ത് സാധനം ഉണ്ടാക്കിയാലും വിജയിക്കാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വിശദമായി അതിനെക്കുറിച്ച് ഒരുപാടെല്ലാം പറയാനുണ്ട്. അങ്ങനെ ഞാൻ തന്നെ വിജയിച്ചു എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ലാത്ത ആളാണ്. പക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഞാൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാമായിരുന്നു എൻ്റെ കൈമുതൽ. നിങ്ങളും അത്തരത്തിലുള്ള കൈമുതലുമായിട്ട് മുമ്പോട്ട് വന്നാൽ വിജയിക്കാമെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. എടയാർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ മേഖലയിൽ ഇപ്പോൾ എത്ര വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്? അതിൽ എത്ര എണ്ണം നല്ല രീതിയിൽ ഇപ്പോഴും പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്? മറ്റ് എത്ര എണ്ണം ഇടവേളയിൽ വെച്ച് നിന്നു പോയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച്? ഇടയാറിലും മൊത്തം വ്യവസായങ്ങൾ ചെറുകിട വ്യവസായം, വൻകിട വ്യവസായം, ഇടത്തരം വ്യവസായം അങ്ങനെ എടുക്കുമ്പോൾ ഒരു വൻകിട വ്യവസായം, 6 ഇടത്തരം വ്യവസായങ്ങൾ, ഒരു 110 ചെറുകിട വ്യവസായങ്ങൾ, അങ്ങനെ ഏതാണ്ട് 120ഓളം വ്യവസായങ്ങളാണ് ഇടയാറ് മേഖലയിലുള്ളത്. അതിൽ വൻകിട വ്യവസായം എന്ന് പറയുന്നത് വലിയ തോതിൽ മുതൽ മുടക്കം 150-200 കോടിയൊക്കെ മുതൽ മുടക്കമുള്ള വ്യവസായമാണ്. അത് തുടങ്ങിയ കാലം മുതൽ തന്നെ നന്നായി നടക്കുന്നു, ഇപ്പോഴും നന്നായി തന്നെ നടക്കും. ബാക്കി 6 ഇടത്തരം വ്യവസായങ്ങളിൽ 2 എണ്ണം 10-25 വർഷത്തിന് മുമ്പ് തന്നെ ഇവിടെ സ്ഥാപിതമായതാണ്. യുണൈറ്റഡ് കാറ്റലിസ്റ്റ്, ഒരു ബോംബെ മാനേജ്മെൻറ്റിലുള്ളത്, പിന്നെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കുടുംബം വകയായിട്ട് അവർ ആസ്പെൻവാൾ വിലക്ക് വാങ്ങിയ അവർ സ്ഥാപിച്ചെടുത്ത ഒരു പെരിയാർ കെമിക്കൽസ് എന്ന് പറയുന്ന ഒരു കമ്പനി. അത് 10-25 വർഷത്തിന് മുമ്പ് രണ്ടിനും പഴക്കമുണ്ട്. അതും ഒരുവിധം നന്നായിട്ട് തന്നെ നടക്കുന്നു. ഇപ്പോൾ മാനേജ്മെൻറ്റ് ചേഞ്ചായി, ബോംബെ മാനേജ്മെൻറ്റാണ് പെരിയാർ കെമിക്കൽസ് നടത്തുന്നത്. മറ്റത് ആ മാനേജ്മെൻറ്റ് തന്നെ നടത്തുന്നു. പിന്നെ ഈയിടെയായിട്ട് നിലവിൽ വന്ന 2 ഇടത്തരം 3-4 വ്യവസായങ്ങളാണ്. ഒന്ന് CMR കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ്, മറ്റൊന്ന് ഗ്രാനൈറ്റ് ഇന്ത്യ ലിമിറ്റഡ്, മറ്റൊന്ന് പ്രൈമ അഗ്രോ പ്രൈമ, വേറൊന്ന് ശ്രീശക്തി പേപ്പർ. ഇതെല്ലാം വളരെ നന്നായിട്ട് തന്നെ നടക്കുന്ന നല്ല വ്യവസായങ്ങളാണ്. അത് ഇപ്പോൾ അവർ ബ്രേക്ക് ഈവനിലൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ ഒരുവിധം ലാഭത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇന്നത്തെ ചെറുകിട പഞ്ചായത്ത് സംവിധാനം നാളെയായിട്ട് കഴിഞ്ഞിട്ടും പ്രവർത്തന സജ്ജമായില്ലെന്ന പരാതി ഉണ്ടല്ലോ. ഇതേക്കുറിച്ചുള്ള ബ്ലോക്ക് മെമ്പർ എന്ന അടിസ്ഥാനത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഏതൊരു പദ്ധതിയും നാട്ടിൽ നടപ്പിലാകുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ബുദ്ധിമുട്ടിന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. വൈകാതെ തന്നെ ഈ പഞ്ചായത്ത് സംവിധാനം
നടപ്പിലാകുമെന്നുള്ള ഒരു വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ പദ്ധതി നടപ്പിലാകുമ്പോൾ ഡൽഹിയിലും നമ്മുടെ സംസ്ഥാനത്തും ഒതുങ്ങി നിൽക്കുന്ന അധികാരം തട്ടിലേക്ക് കൊണ്ടുവന്ന് ഈ ഗ്രാമീണ ജനതയ്ക്ക് ഈ നാട്ടിലുള്ള ഈ പ്രദേശത്തെ വികസനത്തിനും വഴിതെളിക്കാൻ ഈ അധികാരത്തിലൂടെ വൈകാതെ സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. കക്ഷി രാഷ്ട്രീയത്തിന്റെയും മറ്റും ബാഹ്യമായ ഇടപെടൽ ഒരു ഭാരമായി തോന്നാറുണ്ടോ? പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ, താങ്കളെ സഹായിച്ച നിലയ്ക്ക്. ഇലക്ഷന് മുമ്പാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ ഞാൻ നിന്നിട്ടുള്ളത്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നിറമോ അതിന്റെ ഒരു ഇതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ ജനപ്രതിനിധിയാണ്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു പ്രതിനിധിയായിട്ട് ഞാൻ നിലനിന്നിട്ടുള്ളൂ. ഇനിയും അത്തരത്തിലുള്ള ഒരു നിലവാരം പുലർത്തും എന്നുള്ള യാതൊരുവിധ ഇല്ലാതെ. PWD കോൺട്രാക്റ്റിൽ നിന്ന് വ്യവസായത്തിലേക്ക് പ്രവേശിക്കാനുള്ള താങ്കളുടെ മുഖ്യ പ്രേരണ വിശദീകരിക്കാമോ? ഒന്നാമത് PWD കോൺട്രാക്ടർ എന്ന നിലയ്ക്ക് PWD ഒരു ബാലികേല മലയായി തീർന്നത് കൊണ്ടാണ് പ്രധാനമായും കോൺട്രാക്ടറിൽ നിന്നും ഇടവാക്കി. ഒരു PWD കോൺട്രാക്ടർ ആകുവാൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയും ബുദ്ധിശക്തിയും ആവശ്യമില്ല. അതുള്ളവർ PWD കോൺട്രാക്ടർ എന്ന നിലക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. പ്രധാനമായും അതുകൊണ്ടാണ് കോൺട്രാക്ട് നിർത്തിക്കൊണ്ട് കൂടുതൽ നമ്മുടെ കഴിവുകൾ പ്രയോജനപ്പെടുന്ന വ്യവസായ രംഗത്തേക്ക് മാറാൻ തയ്യാറായി. രണ്ടാമത്, ഇടയാറിൽ തന്നെ ഒരു വ്യവസായം തുടങ്ങുമ്പോൾ കൂടുതൽ ഇടയാറിലെ തന്നെ വ്യവസായ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ്. പ്ലാസ്റ്റിക് വ്യവസായമാണല്ലോ താങ്കൾ ഇപ്പോൾ ചെയ്യുന്നത്. വരാനിരിക്കുന്നത് പ്ലാസ്റ്റിക് യുഗമാണെന്ന തിരിച്ചറിവാണോ ഈ വ്യവസായത്തിലേക്ക് താങ്കളെ പ്രേരിപ്പിച്ചത്? പ്രധാനമായും ആ അറിവ് തന്നെയാണ് എന്നെ ഇതിലേക്ക് പ്രേരിപ്പിച്ചത്. ഈ വ്യവസായം തുടങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ നിർമ്മാണ രീതിയെ പറ്റിയൊന്നും എനിക്ക് കാര്യമായ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം എനിക്ക് ഏതായാലും ഉറപ്പുണ്ടായിരുന്നു, ഈ വ്യവസായം ഇവിടെ വളർച്ച പ്രാപിക്കും. കാരണം പ്ലാസ്റ്റിക് ഒഴിവാക്കിക്കൊണ്ട് ഇനി ഇവിടെ മനുഷ്യന് ജീവിതം വളരെ ദുസ്സഹമായിരിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് പ്രധാനം. വ്യവസായ രംഗത്തേക്ക് കടന്നു വരുന്ന ഒരാൾ ഇന്ന് നേരിടുന്ന മുഖ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അവയെ എങ്ങനെ പരിഹരിക്കാനാവുമെന്നും സ്വന്തം അനുഭവത്തിൽ വിളിച്ചിട്ട് താങ്കൾക്കൊന്ന് വിശദീകരിക്കാമോ? ഗവൺമെന്റിന്റെ വാഗ്ദാനങ്ങൾ മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഈ വ്യവസായ രംഗത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ അതിനെ തുനിയരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു വ്യവസായം തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ശരിക്കും പഠിക്കുകയും ഇന്ന് ഈ ഗവൺമെന്റിൽ നിന്ന് ലഭ്യമാകുന്ന ഇതിനനുകൂലമായ സാഹചര്യങ്ങളും ഗവൺമെന്റിൽ നിന്ന് നേരിടുന്ന ബുദ്ധിമുട്ടുകളും ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ഇതിലേക്ക് പ്രവേശിച്ചാൽ നമ്മുടെ മാനസികമായ പിരിമുറുക്കം കുറെ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. പല ആനുകൂല്യങ്ങളും ഗവൺമെന്റ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ വ്യവസായ രംഗത്തേക്ക് ആളുകളെ ആകർഷിക്കുന്നത്. പക്ഷെ ഇതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അനുഭവങ്ങൾ നേരെ മറിച്ചുമാണ്. ഉദാഹരണം, ഇതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങി വ്യവസായ മേഖലകളിൽ സ്ഥലം അക്വയർ ചെയ്യുന്ന ഇതിനുള്ള ബുദ്ധിമുട്ട്. ഞാൻ ഇപ്പോൾ ഒരു പുതിയ യൂണിറ്റ് തുടങ്ങുന്നതിന് ശ്രമം തുടങ്ങിയിട്ട്
ഏതാണ്ട് ഒരു 1.25 വർഷത്തോളമായി. അതിന് സ്ഥലം അനുവദിച്ചു വന്നപ്പോൾ ഏതാണ്ട് ഒരു 7-8 മാസം കഴിഞ്ഞു. ഗവൺമെന്റ് പത്രക്കുറിപ്പുകളും മറ്റും കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും. അതിനുശേഷം അതിന്റെ മറ്റു പരിപാടികൾ ഓരോന്നും നീക്കി വരുമ്പോൾ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുകളും സമയ നഷ്ടവും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം സംഭവിക്കും എന്ന് നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഇതെല്ലാം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതല്ല, ഗവൺമെന്റ് വാഗ്ദാനങ്ങൾ പാലിച്ചിട്ട് നമുക്ക് ഉടനെ വ്യവസായങ്ങൾ തുടങ്ങാൻ പറ്റും എന്ന് കണക്കാക്കി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഇതിൽ നഷ്ടമേ ഉണ്ടാകും. പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ട്. എങ്കിൽ വ്യവസായം നിലവിൽ വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഒഴിവാകുന്നതും ലാഭം ഉണ്ടാകുന്നതുമാണ്. അക്ഷര ലോകത്തേക്ക് കുരുന്നുമക്കളെ പിടിച്ചുയർത്താൻ അവരെ അറിവിന്റെയും ഉപജീവനത്തിന്റെയും പുതിയ മേഖലകളിലേക്ക് പ്രത്യാനയിക്കാൻ ഇവിടെ പ്രവർത്തിക്കുന്ന സരസ്വതി ക്ഷേത്രം. പിനാനിപുരം ഗവൺമെന്റ് ഹൈസ്കൂൾ രജത ജൂബിലിയോടടുക്കുന്ന അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഈ സ്ഥാപനം ലോവർ പ്രൈമറിയായി തുടക്കൽ ഇന്ന് ഹൈസ്കൂളായി വികസിച്ചിരിക്കുന്നു. 40 വർഷങ്ങൾക്ക് മുമ്പ് ഈ കെട്ടിടത്തിലാണ് സ്കൂൾ ആരംഭിക്കുന്നത്. കെട്ടിടത്തിന് മുമ്പിൽ കാണുന്ന കൊടിമരം 7 സ്റ്റാർ എന്ന കലാസംഘടന 1980 സംഭാവന ചെയ്തതാണ്. ബിനാലിയ സിംഗ് ലിമിറ്റഡ് നിർമ്മിച്ചു കൊടുത്ത പുതിയ കെട്ടിടത്തിലാണ് ഹൈസ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇന്ന് ഈ സ്ഥാപനത്തിന്റെ നിലയോ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പ്രലോഭത്തിന് വഴങ്ങിയ മാതാപിതാക്കൾ കുട്ടികൾക്ക് സമീപ പ്രദേശങ്ങളിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് ചേർത്തിറങ്ങും. ക്രമേണ ഇവിടെ കുട്ടികൾ ഇല്ലാതെ വരലായിരുന്നു. മാതൃഭാഷയുടെ മാധുര്യത്തിലൂടെ അക്ഷരലോകത്തേക്ക് ശൈശവത്തെ കൈപിടിച്ചുയർത്തുന്ന സ്ഥാപനമാണ് ബാലവാടി. 2 ദശകങ്ങളായി മഹിളാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. ഏറെ പോരായ്മകളുണ്ടെങ്കിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പോഷകാഹാര വിതരണവും ഈ സ്ഥാപനത്തിലൂടെ നടന്നുപോരുന്നു. ബിനാനിപുരം ആശുപത്രി കോമിൻഗോ ബിനാനി മുൻകൈയെടുത്ത് നിർമ്മിച്ച് സർക്കാരിന് വിട്ടുകൊടുത്ത കെട്ടിടത്തിലാണ് ഗവൺമെന്റ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. സമീപ പ്രദേശങ്ങളായ മുപ്പത്തട്, ഏരമ്പലം, പാനായിക്കുളം എന്നിവിടങ്ങളിൽ നിന്നും ധാരാളം രോഗികൾ നിത്യേന ഇവിടെ ചികിത്സയ്ക്കായി ഇറങ്ങുന്നു. എന്നാൽ ഈ കെട്ടിടത്തിന്റെ മുഴുവൻ സൗകര്യവും പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ ഇന്നും ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. ഗ്രാമത്തിലെ ഏക കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം വർഷങ്ങളായി മരണത്തിന്റെയും ജനനത്തിന്റെയും പ്രണയത്തിന്റെയും പരിഭവത്തിന്റെയും ഭീഷണിയുടെയും സ്നേഹാന്വേഷണങ്ങളുടെയും സന്ദേശവും വഹിച്ചുകൊണ്ട് നമ്മുടെ പടിക്കലെത്തുന്ന പ്രിയപ്പെട്ട മമ്മൂക്ക.
വർഷങ്ങളായി ഇവിടെ പ്രവർത്തിച്ചിരുന്ന പോലീസ് സ്റ്റേഷൻ 996 ഫെബ്രുവരി 11 മുപ്പത്തടത്തിലേക്ക് മാറ്റി. ഗ്രാമീണരുടെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾക്കായി കഴിഞ്ഞ 30 വർഷങ്ങളോളമായി നിലനിൽക്കുന്ന ഏക ദേശസാൽകൃത ബാങ്ക്. ഈ സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥരായി വന്ന പലരെയും ഈ ഗ്രാമീണർ ആദരപൂർവ്വം സ്മരിക്കുന്നു. ബാങ്കിൽ ആദ്യമായി മാനേജരായി വന്ന ശ്രീ കുട്ടി സാഹിബ് അവരിൽ പ്രഥമഗണനീയനാണ്. മാറ്റങ്ങളേറെയുണ്ടെങ്കിലും മാറ്റമില്ലാതെ വർഷങ്ങളായി എല്ലാറ്റിനും മൂകസാക്ഷിയായി വർത്തിക്കുന്ന ശ്രീ കുഞ്ഞി. വിലക്കയറ്റത്തിന്റെ നീരാളിപ്പിടുത്തത്തിലമർന്ന ജനതയ്ക്ക് പരിമിതമായെങ്കിലും ഏക ആശ്വാസം ഈ പൊതുവിതരണ കേന്ദ്രമാണ്. ജാതി മതഭേദങ്ങൾക്കും സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾക്കും അതീതമായി എല്ലാ ജനങ്ങളും ഇവിടെ ഒത്തുചേരുന്നു. ബിനാനി എടയാറ് നിർമ്മിക്കുവാൻ പോകുന്ന മറ്റൊരു സ്ഥാപനമാണ് കമ്മ്യൂണിറ്റി ഹാൾ. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനമാണ് നടന്നു വരുന്നത്. അടുത്തിടെ ശ്രീ ബിനാനി ഇതിന് തറകല്ലിട്ടു. ഏതാണ്ട് 7.5 വർഷക്കാലം പഞ്ചായത്തിൽ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുകയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കുകയും ചെയ്താണല്ലോ താങ്കൾ. ആ കാലയളവിൽ നടന്ന മുഖ്യ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? ഈ വാർഡിലെ കാർഷിക വികസനത്തിൻ്റെ ഭാഗമായി ഇടയാറ്റുചാൽ കല്ലുതോട് വീതി കൂട്ടി താഴ്ത്തി ചീപ്പിടുന്ന പ്രവൃത്തി ഉൾപ്പെടെ ഇടയാറിൽ സാധ്യമാകുന്ന റോഡ് വികസനം, അതുകൂടാതെ ഇലക്ട്രിസിറ്റി തുടങ്ങിയ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. എന്നാൽ ഈ കല്ലുതോടിൻ്റെ പണി തുടങ്ങിയിട്ട് അതിപ്പോൾ സ്തംഭനാവസ്ഥയിലാണ്. അത് കോൺട്രാക്ടർ ചില തടസ്സവാദങ്ങളെല്ലാം പറഞ്ഞ് നിലനിൽക്കുകയാണ്. ഈ മേഖലയിലെ ട്രേഡ് യൂണിയൻ നേതാവ് എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ ട്രേഡ് യൂണിയൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ആദ്യകാലത്തെല്ലാം ഈ മേഖലയിൽ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാകുന്നത് ഒരു വ്യവസായ മേഖല ആയ ശേഷമാണ്. ഏതാണ്ടൊരു 35 വർഷക്കാലം പഴക്കമുണ്ട് ട്രേഡ് യൂണിയൻ. എന്നാലത് അതിനുശേഷം ട്രേഡ് യൂണിയനുകളുടെ ബാഹുല്യം, തൊഴിലാളികളുടെ എണ്ണത്തിനനുസരിച്ചല്ല, അത് തൊഴിലാളികൾക്ക് പ്രത്യേകിച്ചൊരു നേട്ടവും പ്രത്യേകം ഉണ്ടാക്കുന്നതുമല്ല. പ്രത്യേകിച്ച് കോൺട്രാക്ട് രംഗത്ത് ഇന്നിപ്പോൾ പ്രവർത്തിക്കുന്നത് 4-5 യൂണിയനാണ്. രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ട സംഘടന രാഷ്ട്രീയത്തിന് വിധേയമായിക്കൊണ്ടാണ് എല്ലാ ട്രേഡ് യൂണിയനുകളും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കാലയളവിൽ ഒരു 25 വർഷക്കാലമായി ട്രേഡ് യൂണിയൻ്റെ രംഗത്ത് പ്രവർത്തിച്ചു. പുതിയ ഇടയാറിൻ്റെയും പഴയ കാലഘട്ടത്തിലെ ഇടയാറിൻ്റെയും സാംസ്കാരിക സാമ്പത്തിക വിപ്ലവത്തെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ സാധിക്കും? പഴയ ഇടയാറ് തികച്ചും കാർഷിക വൃത്തി കൊണ്ടും ചെറുകിട കച്ചവടങ്ങൾ കൊണ്ടും വൈക്കോല് തുടങ്ങിയിട്ടുള്ള കച്ചവടങ്ങൾ കൊണ്ടും ഉപജീവനം കഴിഞ്ഞിരുന്നവരായിരുന്നു. ഒരു വാഹന ഗതാഗതം പോലും ഇല്ലാത്തൊരു ഇടയാറായിരുന്നു 36 വർഷം മുമ്പ്. അതിനുശേഷം ഈ ഇടയാറും മുപ്പത്തടത്തിൻ്റെ ഒരു ഭാഗവും കൂടി ചേർന്ന് വ്യവസായ മേഖലയായതിനു ശേഷം ആദ്യമായി ഇവിടെ വൻകിട
ഫാക്ടറി എന്നുള്ള നിലയിൽ കൊബിങ്കോ ബിനാനിയാണ് ഒരു ഫാക്ടറി എന്നുള്ള നിലയിൽ ഇവിടെ വന്നത്. പഴയ ഇടയാറിലെ ജനങ്ങൾ തന്നെ അന്നത്തെ വെച്ച് വളരെ പുരോഗതിയിൽ ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ സാംസ്കാരിക രംഗത്തും യുവജനങ്ങളുടെ കലാപരമായ രംഗവും ഇന്നും ഏറെ പുരോഗമിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു യുവാക്കൾക്ക് ഒരു കളിക്കാനുള്ള ഒരു കോർട്ട് പോലും ഇടാൻ സൗകര്യമില്ലാത്ത പരിസ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഒരു വായനശാല പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ അതും അത്ര കാര്യമാത്രം പ്രസക്തമായി വർക്ക് ചെയ്യുന്നില്ല. എന്നാലും സാമാന്യേന ഇന്ന് പുരോഗമിച്ച് വന്നിട്ടുണ്ട് ഇടയാറ്. വളരെ ഏറെ സ്ഥാപനങ്ങളും യുണൈറ്റഡ് കാറ്റലിസ്റ്റ്, പെരിയാർ കെമിക്കൽസ് തുടങ്ങി അങ്ങനെ ഏറെ വ്യവസായ സ്ഥാപനങ്ങളും എല്ലാം വന്നതിൻ്റെ ഫലമായി ഇടയാറിലെ ജനങ്ങൾക്ക് ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം. പാതാളം പാലം ഈ നാടിന്റെ ചിരകാല സ്വപ്നമായിരുന്നു. ഗതാഗത രംഗത്ത് വിപ്ലവം കുറിച്ച ഈ പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടെ എടയാറും ഏലൂരും തമ്മിൽ കരവഴി നേരിട്ട് ബന്ധമായി. വടക്കനും പറവൂരും എറണാകുളവും തമ്മിലുള്ള ദൂരം കുറയുക വഴി ദേശീയ പാതയ്ക്ക് സമാന്തരമായി എറണാകുളവും തൃശ്ശൂരും തമ്മിൽ അടുത്തു. പുതിയ ബസ്സുകളുടെ വരവായി. ആദ്യം ഏതാനും ഓർഡിനറി ബസ്സിൽ തുടങ്ങി ഇപ്പോൾ 100ഓളം ബസ്സുകൾ ഇതിലെ ഓടുന്നു. കേരളത്തിന്റെ തെക്കൻ ജില്ലകളുമായും വടക്കൻ ജില്ലകളുമായും ബന്ധിപ്പിക്കുന്ന അനേകം ബസ്സുകൾ ഇന്ന് എടയാറിലൂടെ കടന്നുപോകുന്നു. മൂന്ന് പാതകൾ തൃത്വസങ്കല്പത്തിലെ പരമസത്യത്തിന്റെ പ്രത്യക്ഷവൽക്കരണമെന്നോണം ഇവിടെ ഈ കവലയിൽ ഒന്നുചേരുന്നു. മൂന്നിന്റെയും വിലയനത്തിനും പരമസത്യത്തിന്റെ സത്ത ഒന്നാണെന്നതിന്റെ പ്രതിരൂപാത്മകമായ ആവിഷ്കാരം. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, സർവശക്തൻ, പ്രവാചകൻ, വിശ്വാസികൾ. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ മൂന്ന് പാതകൾ ഒന്നിൽ ലയിക്കുന്നു, സത്തയിൽ ഒന്നാകുന്നു. ഇവിടം പ്രത്യക്ഷമായ മതസാഹോദര്യത്തിന്റെ ചേതോഹരമായ വിളനിലമാകും. ഇവിടെ മതപരമായ വിദ്വേഷങ്ങളില്ല, കാലുഷ്യങ്ങളോ സ്പർദ്ധകളോ ഇല്ല. പച്ചയായ മനുഷ്യനും അവന്റെ ഉദാത്തമായ മനുഷ്യത്വവും അവനെ ദേവതുല്യനാക്കുന്ന അധ്വാനമെന്ന സർഗക്രിയയിലൂടെ അവൻ നേടുന്ന ആഹ്ലാദവും മാത്രം. സ്വാത്വികമായ വ്രതശുദ്ധിയോടെ വർഷങ്ങളായി പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിച്ചു വരുന്ന ശ്രീമാൻ നാരായണൻ നമ്പൂതിരിപ്പാട് ചരിത്രത്തിന്റെ പ്രവാഹത്തിൽ ക്രൂരമായ തിരിച്ചടികൾ ഏറ്റിട്ടും
നിർമ്മമമായ മനസ്സോടെ ഹൃദയശുദ്ധിയും മനുഷ്യത്വവും മുറുകെ പിടിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന മനുഷ്യർ. ഈ ഗ്രാമത്തിലെ ഏക നമ്പൂതിരി മനയായ കോഴിപ്പള്ളി മനവക പുരാതനമായ ദേവാലയം. വിശ്വകർമാക്കളുടെ ഈ അമ്പലം ഇന്ന് വ്യവസായ സ്ഥാപനങ്ങൾക്കിടയിൽ പെട്ടുപോയി. നിത്യപൂജ നടക്കുന്നില്ലെങ്കിലും വിശേഷ ദിനങ്ങളിൽ പൂജയും വർഷം തോറും ഉത്സവവും നടക്കുന്നുണ്ട്. ഈ അമ്പലത്തിന്റെ അവകാശികൾ പല ദിക്കുകളിലായി ചിതറിക്കിടക്കുകയാണ്. പുത്തൻ വ്യവസായങ്ങളുടെ വരവോടെ നിർജ്ജനമാക്കപ്പെട്ട പ്രദേശത്ത് വ്യവസായശാലകൾക്കിടയിൽ ഇന്നും നിലനിൽക്കുന്ന പള്ളി. ഇന്നിവിടെ ദൈനംദിന പ്രാർത്ഥനകളോ നിസ്കാരങ്ങളോ ഇല്ല. ഒരു കാലത്തിവിടെ വിശ്വാസികൾ നിസ്കാരത്തിനായി തടിച്ചുകൂടുമായിരുന്നു. പുതിയ ദേവാലയത്തിലേക്ക് പ്രാർത്ഥന മാറ്റപ്പെട്ടപ്പോൾ ഈ ദേവാലയത്തിലെ ദൈനംദിന ചടങ്ങുകൾ നിലച്ചു. പള്ളിക്ക് ചുറ്റുമുള്ള വിശാലമായ പറമ്പ് മരിച്ചവരെ മറവ് ചെയ്യാൻ ഇന്നും ഉപയോഗപ്പെടുത്തുന്നു. അറേബ്യയുടെ മണൽക്കാടുകളിൽ ഉയർന്ന സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രവാചകസ്വരം, വിശ്വസ്നേഹത്തിൻ്റെയും സർവശക്തനിലുള്ള പരമമായ വിശ്വാസത്തിൻ്റെയും അനുയായി വൃന്ദം ആരാധനയ്ക്കായി ഇവിടെ വന്നു ചേരുന്നു. ബത്ലഹേമിലെ പുൽത്തൊട്ടിൽ പിറന്ന സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പുത്തൻ പ്രവാചക സ്വരത്തിൻ്റെ അറിവിനെ പിന്തുടർന്നവർ ഇവിടെ ഒത്തുചേരുന്നു. പുതുതായി പണി കഴിപ്പിച്ച ഇടയാർ ഫാത്തിമ മാതാ ദേവാലയം. ോടുകൂടി ഒരു പുതിയ പഞ്ചായത്ത് സമിതിക്ക് അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ പഞ്ചായത്ത് സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഏടാറിനെ പ്രതിനിധീകരിക്കുന്ന വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഈ സ്ഥാനലബ്ധിയെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? അത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് ജനങ്ങളാണല്ലോ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് കൂടുതൽ ഉത്തരവാദിത്വം മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം വന്നിട്ടുണ്ടല്ലോ. അപ്പൊ എന്നെ കഴിയുന്ന എല്ലാവിധ ആത്മാർത്ഥതയോടുകൂടിയും എല്ലാവിധ സഹകരണത്തോടുകൂടിയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ഒരു ആഗ്രഹമുണ്ട്. അതുപോലെ ഈ ഗ്രാമം അപ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പരിസ്ഥിതി നാശത്തിന്റെ ഉണ്ട്, പരിസര മലിനീകരണത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, ധാരാളം കമ്പനികൾ വന്നിട്ടും യുവാക്കൾക്ക് തൊഴിൽ കിട്ടാത്ത പ്രശ്നമുണ്ട്, കുടിവെള്ളത്തിന്റെ വഴിവെള്ളത്തിന്റെ അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ ഇതിനെല്ലാം പരിഹാരം കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ പോലും പരിമിതിയിൽ ഒതുങ്ങി നിന്നതാണെങ്കിലും എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്.
ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയില് ചില പരിമിതികളൊക്കെ ഉണ്ടല്ലോ. ആ പരിമിതിക്കുള്ളിൽ നിന്നിട്ട് എനിക്ക് എന്താ ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്യാം. ഒന്നാമത് ഈ ഇലക്ട്രിസിറ്റി, പിന്നെ വാട്ടർ അതോറിറ്റി, പിന്നെ പിന്നെ പിന്നത്തെ പ്രശ്നം യുവാക്കളുടെ ജോലി പ്രശ്നമാണ്. അത് ഒരു കമ്പനികളിലൊന്നും ഞാൻ പോയിട്ടില്ല ഇതുവരെ. എന്നാലും ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു വേക്കൻസി ഉണ്ടെന്ന് പറയുന്നുണ്ട്. കിട്ടിയാൽ നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾക്ക് തന്നെ കൊടുക്കും. പിന്നെ ഈ ഇലക്ട്രിസിറ്റിയിൽ തന്നെ വാട്ടർ അതോറിറ്റിയിലും എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇത് മെമ്പർ ആവണതിന് മുമ്പും എനിക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ആത്മാർത്ഥമായിട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ സഹകരണം കൂടി ഉണ്ടെങ്കിൽ എൻ്റെ ഈ പരിധിക്കുള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാം എന്നൊരു വിശ്വാസമുണ്ട്. ഏറെ പ്രതീക്ഷയോടെ ആരംഭം കുറിച്ച മഹാത്മാ ലൈബ്രറിയുടെ ധർമ്മത്തെക്കുറിച്ചുള്ള അജ്ഞതയോ നടത്തിപ്പുകാരുടെ കൃത്യവിലോപമോ യുവാക്കൾക്ക് പുസ്തകങ്ങളോടുള്ള ആഭിമുഖ്യമില്ലായ്മയോ ഒക്കെ ലൈബ്രറിയുടെ ദുരവസ്ഥയ്ക്ക് കാരണമാകാം. ഒഴിഞ്ഞ അലമാരയും വൈകുന്നേരത്തെ ക്യാരംസ് കളിയും ഇതിന് തെളിവുകളാണ്. ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ വരവ് മരിച്ചുകൊണ്ടിരിക്കുന്ന വായന സംസ്കാരത്തിന് മറ്റൊരു കാരണമാണ്. എന്ന നിലയ്ക്ക് പഴയ യഥാർത്ഥ സ്പോർട്സ് രംഗത്തെക്കുറിച്ചും ഇന്നത്തെ യൂത്ത് സ്ഥിതിയെക്കുറിച്ചും രണ്ട് വാക്ക് സംസാരിക്കും. പണ്ട് ഇടയാറിനെ സംബന്ധിച്ചോളം മെയിനായിട്ടുണ്ടായിരുന്ന ഗെയിം ഫുട്ബോളാണ്. അന്നിവിടെ ഫുട്ബോളിന് പറ്റിയ ഗ്രൗണ്ടുകളും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കമ്പനികളുടെ വരവ് ഇവിടെ ഗ്രൗണ്ടുകൾ നഷ്ടപ്പെട്ടു. ചെറിയ ഗ്രൗണ്ട് എന്ന നിലയിൽ പിന്നീട് കളിക്കാരൊക്കെ വോളിബോളിലേക്ക് മാറുകയും പിന്നെ വോളിബോളിലൂടെ നിലനിൽക്കുകയും ചെയ്തു. ഏതാണ്ട് ഒരു 35 വർഷത്തോളമായി ഇവിടെ വോളിബോൾ പ്രസ്ഥാനം തുടങ്ങിയിട്ട്. ഇപ്പോൾ അത് തുടർച്ചയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയും ഇവിടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഏരിയ വരികയും സ്ഥലങ്ങളെല്ലാം കമ്പനികൾക്ക് വേണ്ടിയിട്ട് എടുക്കപ്പെടുകയും ചെയ്തു. ആ ഒരു അഭാവത്തിൽ ഗ്രൗണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു ടൂർണമെന്റ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് തന്നെ നമുക്ക് കളിക്കാൻ ഒരു ഗ്രൗണ്ട് ഇല്ലാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പരിസ്ഥിതി, പിന്നെ ഈ TV, പിന്നെ ക്രിക്കറ്റ്, ഇങ്ങനെയുള്ള അവസ്ഥ വന്നപ്പോൾ ഈ പ്രസ്ഥാനം തന്നെ നിലച്ചു പോയതായിട്ടാണ് ഇപ്പം പൊതുവായിട്ട് കണ്ടുവരാറ്. അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു സംരംഭം എന്ന നിലക്ക് ഇപ്പം ഈ മാർച്ച് 3-ാം തീയതി ഇവിടെ ഒരു ടൂർണമെന്റ് നടത്തുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ കുട്ടികളെയും ഈ രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിപാടി ഞങ്ങൾ പഴയ കളിക്കാരെന്ന നിലക്ക് എൻ്റെ സുഹൃത്ത് ബദറും ഇതിന് തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അതിനുള്ള എല്ലാ സഹകരണങ്ങളും എല്ലായിടത്തും കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് ഇവിടുത്തെ കുട്ടികൾ നേടിയ ട്രോഫികൾ ഇതെല്ലാം ഒരു പൂർവ്വകാല പ്രതാപത്തിന്റെ ഓർമ്മകൾ മാത്രമായി ഒടുങ്ങുകയാണ്. ഏറ്റവും ദീർഘമായ കാലം നീണ്ട 16 വർഷക്കാലം കടുങ്ങല്ലൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന ശ്രീ വിക്കി ശംശ്രീ. ഇദ്ദേഹം ഈ പഞ്ചായത്തിൽ തന്നെ ഒന്നാമത്തെ ഗ്രാജുവേറ്റാണ്. ഫാക്ടിലെ ഉയർന്ന ഉദ്യോഗം ഉപേക്ഷിച്ച് മുഴുവൻ സമയ പൊതുപ്രവർത്തനത്തിന് സമയം കണ്ടെത്തി പ്രവർത്തിക്കുകയാണ്. കാശുണ്ടാവും, പക്ഷെ ആ കാശ് അല്ല അവര് ഒരു വലിയ അഡ്വാൻസ് ചെയ്യാനാണ്. പക്ഷെ അവർക്ക് ഫണ്ടില്ല ഇപ്പൊ. അവർക്ക് ഫണ്ട് അങ്ങനെ കിട്ടാതെ
അതെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഫണ്ടൊക്കെ മറ്റേ നാഷണലൈറ്റ് ബാങ്കിലേക്ക് പോകുന്ന പുതിയ നിയമമൊക്കെ വന്നിട്ടുള്ളൂ. അതൊരു സഹകരണ മേഖല ആയതുകൊണ്ട് പ്രതിസന്ധിയിലായി. ശരി. പല സമയങ്ങളും നഷ്ടത്തിലേക്കും ആവശ്യമായ ഡിപ്പോസിറ്റൊന്നും കിട്ടാത്ത അവസ്ഥയുണ്ട്. ഇപ്പം തന്നെ പടിഞ്ഞാറക്കടങ്ങൂർ സൊസൈറ്റിയുടെ മുമ്പ് കൂടി പടിഞ്ഞാറക്കടങ്ങൂർ സൊസൈറ്റിയുടെ സ്ഥിതി ഇപ്പം അറിയാമോ? അവിടെ ഫണ്ടില്ല, ലോൺ മുടക്കാൻ ഫണ്ടില്ല, വായ്പ അപേക്ഷയൊന്നും ഇല്ല. അതിനിടയ്ക്ക് ഒരു കൊപ്ര സംഭരണത്തിന്റെ ഒരു പ്ലാന്റ് ഒക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. കൊപ്ര പ്രോസസ്സിംഗ്. കുശാഗ്രബുദ്ധിയും ഭരണ നൈപുണ്യവും ഇദ്ദേഹത്തിന്റെ സവിശേഷതകളായിരുന്നു. ഏലൂർ വ്യവസായ മേഖല സൃഷ്ടിച്ച പരിസര മലിനീകരണം മൂലം എടയാറിന്റെ വടക്ക് കിഴക്കൻ പ്രദേശം ജനവാസ യോഗ്യമല്ലതായി തീർന്നു. ഈ സന്ദർഭത്തിൽ 1960 അന്ന് വ്യവസായ മന്ത്രിയായിരുന്ന കെ ദാമോദരമേനോൻ കൊണ്ടുവന്ന് ഈ പ്രശ്നത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുകയും